തകർച്ചയുടെ അങ്ങേ തലക്കിൽ നിന്നും ഒരു പ്രസ്ഥാനത്തെ എങ്ങനെ കൈപിടിച്ചുയർത്താം എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് രമേശ് പിഷാരടി. വിവാദങ്ങളുടെയും കൂട്ടരാജകളുടെയും കഴിനിഴലായ മലയാള സിനിമാ താരസംഘടനയായ അമ്മയെ സമവായത്തിന്റെയും ഒരുമയുടെയും പുതിയ തീരത്തേക്ക് നയിക്കാൻ രമേശ് പിഷാരടി MLA യുടെ നേതൃത്വത്തിലുള്ള അഡ്ഹോക് കമ്മിറ്റി ശക്തമായി മുന്നോട്ട് പോവുകയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ആ കോൺഗ്രസ് രാഷ്ട്രീയ ശൈലി തന്നെയാണ് ഇപ്പോൾ അമ്മ സംഘടനയിലും പിഷാരടി വിജയകരമായി നടപ്പിലാക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന അഡ്ഹോക് കമ്മിറ്റി യോഗത്തിന് ശേഷം പാലക്കാട് വെച്ച മാധ്യമങ്ങളോട് സംസാരിച്ച പിഷാരടിയുടെ വാക്കുകളിൽ ഒരു മികച്ച ലീഡറുടെ നിശ്ചയദാർഢ്യവും വ്യക്തതയും പ്രകടമായിരുന്നു. സംഘടനയിൽ ഉടൻ തന്നെ ഒരു സ്ഥിരം കമ്മിറ്റി നിലവിൽ വരുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ അധികാരമോഹിയായ ഒരു രാഷ്ട്രീയക്കാരനല്ല താനെന്ന് അടിവരയിട്ടുകൊണ്ട് വരാനിരിക്കുന്ന സ്ഥിരം കമ്മിറ്റിയുടെ ഭാരവാഹിത്വം താൻ ഏറ്റെടുക്കില്ല എന്ന നിലപാടും അദ്ദേഹം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പദവികൾക്ക് പിന്നാലെ പോകാതെ സംഘടനയെ തകർച്ചയിൽ നിന്നും രക്ഷിക്കുക എന്നത് മാത്രമാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചിരിക്കുന്നു. സംഘടനയിലുണ്ടായ പിളർപ്പും തർക്കങ്ങളും പരിഹരിക്കാൻ സൂപ്പർ താരങ്ങൾ മുതൽ സാധാരണക്കാരായ കലാകാരന്മാരെ വരെ എല്ലാവരെയും ഒരേ തട്ടിൽ നിർത്തിയാണ് പിഷാരടി ചർച്ചകൾ നടത്താൻ ഒരുങ്ങുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ മുതിർന്ന താരങ്ങളുമായും രാജിവെച്ച മുൻ പ്രസിഡന്റ് ശ്വേതാ മേനോൻ, അൻസിബ എന്നിവരുൾപ്പെടെ എല്ലാവരുമായിട്ടും താൻ വ്യക്തിപരമായി സംസാരിച്ചു എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സംഘടനയെ മുന്നോട്ട് കൊണ്ട് നയിക്കാൻ എല്ലാവരുടെയും പിന്തുണ ഉറപ്പാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് പിഷാരടി എന്ന ജനപ്രതിനിധിയുടെ കൂടി ഒരു വിജയമാണ്. വിയോജിപ്പുകൾ ഉന്നയിച്ച സംഘടനയിൽ നിന്നും രാജിവെച്ച് പോയവരെല്ലാവരെയും ശത്രുക്കളായിട്ടല്ല, മറിച്ച് നമ്മൾ ഒന്നാണ് എന്ന് തെളിയിക്കാൻ ആ രാജിക്കത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് തിരികെ വിളിക്കുമെന്ന ഉറപ്പുകൂടി അദ്ദേഹം ഇവിടെ നൽകുകയാണ്. രാജിവെച്ച മുഴുവൻ ആളുകളെയും ആദരവോടെയും സ്നേഹത്തോടെയും സംഘടനയിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ജനാധിപത്യ മൂല്യങ്ങൾ കൂടി ഉയർത്തിപ്പിടിക്കുന്ന ഒന്നായി മാറുന്നു. ഇത് കേവലം ഒരു സിനിമാ സംഘടനയുടെ പ്രശ്ന പരിഹാരമല്ല, മറിച്ച് ഭിന്നിപ്പിച്ച് ഭരിക്കുന്നവർക്കുള്ള ശക്തമായ മറുപടി കൂടിയാണ്. കഴിഞ്ഞ ജൂൺ 21 അമ്മ സംഘടനയിൽ നാടകീയ രംഗങ്ങളും കൂട്ടരാജിയും അരങ്ങേറിയത്. വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ വാർഷിക കണക്കുകൾ അവതരിപ്പിച്ചതിലെ അപാകതകളെ ചൊല്ലി വലിയ തർക്കങ്ങൾ ഉടലെടുക്കുകയായിരുന്നു. തർക്കം രൂക്ഷമായതോടെ പ്രസിഡന്റ് ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരും ഉൾപ്പെടുന്ന ഭരണസമിതി രാജിവെച്ച് ഒഴിയുന്ന സാഹചര്യമുണ്ടായി. ഒരു വലിയ തകർച്ചയിലേക്ക് നീങ്ങിയ സംഘടനയെ താങ്ങി നിർത്തുവാനാണ് രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിൽ 8 അംഗ അഡ്ഹോക് കമ്മിറ്റി ചുമതലയേറ്റത്. പ്രതിസന്ധികളിൽ തളരാതെ, തർക്കങ്ങളിൽ പക്ഷം പിടിക്കാതെ എല്ലാവരും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് പോകുന്ന രമേശ് പിഷാരടിയുടെ ഈ മാസ് നീക്കം സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ സിനിമാ ലോകത്തും വലിയ കയ്യടി നേടിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് അദ്ദേഹം നൽകിയ പ്രതികരണം കൂടി ചേർക്കുന്നു, കാണാം. ഒരുപാട് സമയം സംസാരിച്ചു. അൻസിബയുടെ ഒക്കെ പലപ്പോഴായിട്ട് 1 മണിക്കൂറിലധികം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരെ എല്ലാം കേൾക്കുന്നുണ്ട്. നമ്മൾ ഉറപ്പായിട്ടും ക്ഷണിക്കും. അഡ്വോക്ക് കമ്മിറ്റി എന്ന് പറയുന്നത് സാങ്കേതികമായിട്ട് പറഞ്ഞാൽ അതൊരു കടലാസ് കമ്മിറ്റിയാണ്. അഡ്വോക്ക് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഉത്തരവാദിത്തത്തോടുകൂടി തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭാരവാഹികളെ കണ്ടെത്തുക എന്നുള്ളതാണ് അഡ്വോക്ക് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തങ്ങളിൽ പെട്ടത്. അതിനങ്ങനെ ഒരു പോളിസി മേക്കിങ്ങിലോ മണി മാറ്റേഴ്സിലുണ്ടാകുന്ന ചേഞ്ചുകൾക്കൊന്നും അധികാരമുള്ളൊരു കമ്മിറ്റിയല്ല. പക്ഷേ നമ്മുടെ സംഘടന എന്നുള്ള നിലയിലും എല്ലാവരും നമ്മൾ പരസ്പരം അറിയുന്നവരെന്നുള്ള നിലയിൽ ഒരു വെൽഫെയറിൻ്റെ ഭാഗമായി നിലവിലെ പ്രശ്നങ്ങൾ അഡ്വോക്ക് കമ്മിറ്റി എന്ന നിലയിലാണെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങളിലൊക്കെ പരമാവധി ഇടപെട്ടുകൊണ്ട് എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകളും അതിനുള്ള ശ്രമങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട്. അതെ, ഞങ്ങൾ അഡ്വോക്ക് കമ്മിറ്റി ഇന്നലെ ആദ്യത്തെ യോഗം കൂടി. ഗണേശ് ചേട്ടനും ഷാജോൻ ചേട്ടനും മാത്രം ഓൺലൈനിലും ഞങ്ങൾ ബാക്കിയുള്ളവർ അമ്മയുടെ ഓഫീസിലും ചെന്ന് ഇന്നലെ ഞങ്ങളുടെ ആദ്യത്തെ യോഗം കൂടി. ആദ്യത്തെ യോഗത്തിൽ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ അങ്ങനെ നമ്മളൊരു പൊതുമാധ്യമത്തിൽ പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. നമുക്ക് തെരഞ്ഞെടുപ്പ് പരമാവധി വേഗത്തിൽ നടത്തുക, പുതിയൊരു കമ്മിറ്റിയെ കൊണ്ടുവരിക. നിലവിൽ അമ്മ എന്ന് പറയുന്നൊരു സംഘടന, ഞാനൊക്കെ 90കളുടെ അവസാനം അമിതാഭ് ബച്ചനും കമലഹാസനും ഒക്കെ പങ്കെടുത്ത് സിനിമയിൽ നമ്മൾ കാണുന്ന നായകനും വില്ലനും ഒക്കെ കൂടെ ഒന്നിച്ച് വന്ന് പരിപാടികൾ അവതരിപ്പിക്കുന്നത് കണ്ട് കൊതിയോടെ നിന്നൊരു സംഘടന. ഒരുപക്ഷെ വളരെ കുറച്ച് ആളുകൾ മാത്രം ഉണ്ടായിട്ട് ഇത്രയധികം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടന, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ അതിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിലൊരു മാനസികമായ വേദന എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
വ്യക്തിപരമായിട്ട് ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളും അതിനുണ്ടായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളും വ്യക്തികൾ അമ്മ സംഘടനയിൽ പറയുന്ന അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനുള്ള നീക്കങ്ങളുമൊക്കെ വളരെ കാര്യക്ഷമമായി നടത്തപ്പെടേണ്ടുന്ന രീതിയിലുള്ള ഒരു കമ്മിറ്റിയെ ഇത് ഏൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. നമ്മൾ ഉറപ്പായിട്ടും ക്ഷണിക്കും. നമ്മളെല്ലാവരോടും സംസാരിച്ചു. ഞാൻ ശ്വേതയോട് സംസാരിച്ചു, അൻസുബയോട് സംസാരിച്ചു, മല്ലികാന്റിയോട് സംസാരിച്ചു, ബാബുരേട്ടൻ, സിദ്ദിഖ, ഇടവേള ബാബുക്ക, മമ്മുക്ക, ലാലേട്ടൻ, എല്ലാവരോടും ഞാൻ ഫോണിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് സമയം സംസാരിച്ചു. അൻസുബയോടൊക്കെ പലപ്പോഴായിട്ട് 1 മണിക്കൂറിലധികം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരെ എല്ലാം കേൾക്കുന്നുണ്ട്. അവരുടെയൊക്കെ പ്രശ്നങ്ങൾ എന്താണ്, അത് എന്തുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്, അതിന് നിലവിൽ നമുക്ക് എങ്ങനെ അത് പരിഹരിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ പലതരത്തിൽ ആലോചിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളുടെയും 2 വശങ്ങളും കേൾക്കുകയും അതിന് നിലവിൽ അവർ പെട്ടെന്ന് വളരെ വൈകാരികമായി, ചില ആളുകളെങ്കിലും വൈകാരികമായി പ്രതികരിക്കുകയും പൊതുമാധ്യമങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് വളരെ വലിയ പ്രശ്നങ്ങൾ തോന്നുന്നത്. ഗൗരവമുള്ള പ്രശ്നങ്ങളുണ്ട്, ചിലതൊന്നും അത്ര ഗൗരവമുള്ളതല്ല. ഇതിനെല്ലാം നമ്മൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പറ്റുന്നിടത്തോളം പരിഹാരങ്ങൾ കാണണമെന്നും ആ സംഘടന, ഇപ്പം ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ, വെള്ളപ്പൊക്കം വന്നപ്പോൾ 500 പേരേ ഉള്ളൂ ഈ സംഘടന. വെറും 500 പേരുള്ള സംഘടനയെ നമ്മൾ താരസംഘടന എന്ന് പറയുന്നതിലൊരു 15 പേരുണ്ടാകും, സോ കോൾഡ് താരങ്ങൾ എന്ന് വിളിക്കാവുന്നത്. ബാക്കിയെല്ലാം വളരെ അവസരങ്ങൾ കാര്യമായി ഇല്ലാത്ത, വരുമാനം കാര്യമായിട്ടില്ലാത്ത, സംഘടനയിൽ നിന്ന് കിട്ടുന്ന മരുന്നിനെ ആശ്രയിച്ചും സംഘടനയിൽ നിന്ന് കിട്ടുന്ന കൈനീട്ടത്തിനെ ആശ്രയിച്ചും ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ എല്ലാം നടത്തിക്കൊണ്ട് പോകുന്ന 500 പേര് താഴെ മാത്രം അംഗങ്ങളുള്ളൊരു സംഘടന എന്നുള്ള നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും കൊണ്ടുപോയി എന്ന് പറയുന്നത് വളരെ പാടുള്ളൊരു കാര്യമൊന്നുമല്ല. അത് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എല്ലാം പരിഹരിക്കപ്പെടും. പുതിയ കമ്മിറ്റി വരും, അവരെല്ലാം കൃത്യമായി നോക്കിക്കോളും. വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങളിലൊക്കെ നമുക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങളാണല്ലോ, എത്രത്തോളം ഇടപെടാൻ പറ്റുമോ അത്രത്തോളം അതിൻ്റെ ആഴങ്ങളിൽ ഇടപെടുകയും പരിഹാരങ്ങൾ കാണുകയും ചെയ്യും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ എത്രയോ നാൾ അങ്ങനെ അല്ലാതെയും കുറച്ച് പേരല്ലേ ഉള്ളൂ. നമുക്കൊരു പാനലാണെങ്കിലും പ്രശ്നമില്ല, തെരഞ്ഞെടുപ്പാണെങ്കിലും പ്രശ്നമില്ല. അതൊന്ന് കൂട്ടായി ആലോചിച്ചേ തീരുമാനിക്കുകയുള്ളൂ. ഇല്ല, ഒരു സ്ഥിര ഭാരവാഹിത്വത്തിലോട്ട് ഞാൻ വരില്ല. എനിക്ക് ഇവിടെ പാലക്കാടുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. അന്ന് പോലും ഞാൻ 11:15 പിറ്റേന്ന് നിയമസഭ ഉണ്ടായിരുന്നു. ഞാൻ 11:15 ഇറങ്ങി. ഞാൻ വാർത്തയിലാണ് അഡ്വോക്കേറ്റ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം എനിക്ക് വന്നത് കേട്ടത്. എന്നോട് രാവിലെ പറഞ്ഞിരുന്നു എന്തെങ്കിലും വന്നാൽ ഏറ്റെടുക്കേണ്ടി വരുമെന്നുള്ളത്. അതൊക്കെ നമ്മൾ ചെയ്യണമെന്ന്. എല്ലാവരും നമ്മുടെ സഹപ്രവർത്തകരും നമുക്കറിയാവുന്നവരും എല്ലാവരും ഒക്കെ നല്ല ആൾക്കാരൊക്കെയാണ്. അത് നമുക്ക് പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ.